ഇതിന്റെ ടീച്ചർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, അതായത് ഒരു അടിച്ചു പൊളി വൈബുള്ള ഒരു ജീവിതം എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാള്, അയാളുടെ ലൈഫിലേക്ക് ഒരാൾ വരുന്നു. പിന്നെ നടക്കുന്ന സംഭവവികാസങ്ങളാണ് സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. ശരിക്കും അങ്ങനെ ആ ലൈഫ് കാണുമ്പോൾ നമുക്ക് ഇതുപോലൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ആ ഇത് ഈ പടം കണ്ടു കഴിയുമ്പോ ശരിക്കും അത്ര തോന്നൂല. തോന്നുന്നില്ല. ഒറിജിനലായിട്ട് അത്ര ഒരു എനിക്ക് കുറച്ചും കൂടെ അത്രയും അടിച്ചു പൊളിക്കണം എന്നൊന്നും തോന്നിയിട്ടില്ല. ലൈഫിൽ എപ്പോഴെങ്കിലും എനിക്ക് ഇതോടെ ഉണ്ടായിരുന്ന എൻ്റെ ലൈഫ് ഇച്ചിരൂടെ ബ്യൂട്ടിഫുൾ ആയാനെ, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന പോലെ ലൈഫ് നന്നായി പോയാനെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഉള്ള എല്ലാം പെർഫെക്റ്റ് ആണ്. ഇതുപോലെ ഇരുന്നാ മതി. ഈ പുതിയതൊന്നും വേണ്ട. ചേട്ടനോ? മനസ്സിലായില്ല എനിക്ക്. അതായത് ഇപ്പോൾ ലൈഫിൽ ഇന്ന ഈ ഒരു കാര്യം കൂടെ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയാനെ, ഇച്ചിരൂടെ നന്നായി പോയാനെ. എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, നല്ലൊരു ഡാൻസർ ആയില്ലെങ്കിലും ഒരു എണ്ണം പറഞ്ഞ നല്ലൊരു ആക്ടറാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന നല്ലൊരു ആക്ടറാവണം. അതിനുവേണ്ടി ഭയങ്കരമായിട്ട് കൊതിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം ഇത് ആദ്യത്തെ ചിത്രമാണ്. ഇത് കഴിഞ്ഞിട്ട് 2 ചിത്രങ്ങൾ ചെയ്തു. അപ്പം ഗെറ്റ് സെറ്റ് ബേബിയിലൊക്കെ ഇത് ഉണ്ടെന്ന് പറയണത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ണിച്ചേട്ടനായിട്ടുള്ള എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഉണ്ണിച്ചേട്ടൻ്റെ കൂടെ ആയിരുന്നു ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നത്. നല്ല എക്സ്പീരിയൻസ് ആണ്. പുള്ളി ഭയങ്കര കൂളാണ്, സപ്പോർട്ടീവ് ആണ്. ഒരു ചെറിയൊരു ക്യാരക്ടറാണ്, ബട്ട് നല്ലൊരു സാധനമാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇപ്പം അരുൺ വൈഗ പടം ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തു. അത് ഒരു 5 പേരുടെ സ്റ്റോറി, ഒരു 5 പേരുടെ ലൈഫിൻ്റെ അകത്തോടെ പോണ ഇതിൻ്റെ അകത്ത് ഒരു ക്യാരക്ടറാണ്. അപ്പം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമുക്ക് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഇതേപോലൊരു ക്യാരക്ടർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം എന്തായിരിക്കും? ഓം ശാന്തി ഓശാനേൻ്റെ അകത്ത് നസ്രി അല്ലേ? ലൈഫിലെങ്ങനെയാണോ? അത്രയൊന്നുമില്ല, എന്നാലും എനിക്ക് അത് കാണാൻ ഭയങ്കര ഒരു റിലേറ്റബിൾ ആണ്. കുറച്ചും കൂടി അതുപോലെ ഒരു ക്യാരക്ടർ ചെയ്തിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിട്ടുണ്ട്. എപ്പോഴേലും ഒരു സീരിയസ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മളെല്ലാം സിനിമ ഇൻസ്പയർ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഏതെങ്കിലും സിനിമ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കഥാപാത്രമാണ്, ഏതെങ്കിലും വ്യക്തികളാവാം. അപ്പൊ നിങ്ങളെ ഇൻസ്പയർ ചെയ്തത് എന്താണ് സിനിമയില്? എനിക്ക് നമ്മളല്ലാതെ ഒരു ക്യാരക്ടർ, ഒരു കംഫർട്ട് സോൺ വിട്ടിട്ട് നമ്മൾ ഒരു സാധനം ചെയ്ത് അത് പ്രേക്ഷകർ കാണുവാണല്ലോ. എനിക്ക് ആ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ ചെയ്യാൻ വേണ്ടി. അതാണ് ശരിക്കും ഞാൻ സിനിമയിലേക്ക് വരാനുള്ള ഏറ്റവും വലിയ കാരണം. എനിക്ക് ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഭയങ്കര ഡിഫറെൻറ്റ്. ഇപ്പം എനിക്ക് ഇന്ന് വേണമെങ്കിൽ നേഴ്സ് ആവാം, നാളെ കളക്ടർ ആവാം, ലോയർ ആവാം. നമ്മൾ ഡിഫറെൻറ്റ് സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ആ ഒരു മാനറിസം, ആ കാര്യങ്ങൾ എല്ലാം അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, ഓരോ ക്യാരക്ടറായിട്ട് മാറാനും അതിൽ നിന്ന് പിന്നെ പുറത്തേക്ക് വരാനും ഒക്കെ ആയിട്ട്. എനിക്ക് ഓരോ സിനിമ കാണുമ്പോഴും ആ സിനിമയിലെ ക്യാരക്ടറായിട്ട് വീട്ടിൻ്റെ അകത്തും പുറത്തും നാട്ടിലും ഒക്കെ ഇങ്ങനെ നടക്കും. അപ്പോൾ എല്ലാവരും തലയ്ക്ക് എന്താ വട്ടാണോ, സുഖമില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷേ സിനിമ 1-2 വന്നപ്പോൾ കടസിലെ ബിരിയാണിയാണ് എനിക്ക് കുറച്ചുകൂടെ നല്ല പേരുണ്ടാക്കി തന്നത്. അപ്പോൾ നിൻ്റെ ആഗ്രഹം സാധിച്ചില്ലേ എന്നുള്ളത്. പക്ഷേ ഇപ്പോഴും സാധിച്ചോന്ന് വെച്ചിട്ടില്ല, കാരണം ഇപ്പോഴും സ്ട്രഗിളിങ് തന്നെയാണ്. കാരണം ഓരോ സിനിമകൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പോകണം, കാണണം, പഴയ അങ്ങനെയുണ്ട്. അപ്പോൾ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത്രയുള്ള ഈ സിനിമ ലൈഫ് എന്ന് പറഞ്ഞാൽ പുറമേ കാണുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഈ പറഞ്ഞ നമ്മളെ സ്ട്രഗിളിങ് വേറെ ആരും കാണുന്നു എടുക്കുന്നൊന്നുമില്ല. അപ്പം എപ്പോഴെല്ലാം ആളുകൾ പറഞ്ഞോ ഇത് സിനിമ നടിയായി, ഇല്ലേ സിനിമ നടനായി, ലൈഫ് അടിച്ചു കളിയല്ലേ, നമ്മുടെ ഒന്നും വേണ്ടല്ലോ. അങ്ങനെ ചോദിക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇടയ്ക്ക് 2 സീരിയലിൽ നല്ല വേഷം ചെയ്തായിരുന്നു. അപ്പോൾ ഒക്കെ വിളിച്ച ആൾക്കാർ, സംഘടനകളൊക്കെ വിളിക്കും, എന്തെങ്കിലും പൈസ ഞങ്ങളുടെ ഇതിന് തരണം എന്നൊക്കെ. അപ്പോൾ അവർ വിചാരിച്ചു ഞാൻ കോടികൾ ലക്ഷങ്ങളൊക്കെ വാങ്ങുന്നത്. ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല അങ്ങനെ. അപ്പോൾ അവർ ദേഷ്യം പിടിച്ചിട്ട് താനൊക്കെ പിന്നെ എന്ത് നടനാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു. എനിക്ക് ജസ്റ്റ് ഫ്രണ്ട്സിന്റെ ഇപ്പൊ സിനിമ ഒന്നും വേണ്ടല്ലോ, വലിയ ആളായല്ലോ, കടം ചോദിക്കാൻ കൂടെ പറ്റുന്ന അവസ്ഥയോ, ഒരു സിനിമാ നടനായിട്ട് കടം വാങ്ങിക്കാൻ പറ്റില്ലല്ലോ, ഒന്നും വേണ്ടാത്തൊരവസ്ഥയാണ് ആക്ച്വലി അത്. അവിടെ നമുക്ക് നമ്മളെ പേരും കളയാനും പറ്റൂല, അവര് കളിയാക്കുന്നതുകൊണ്ട് നമ്മളാണ് ആ പീരീഡ്, ആ സ്ട്രഗ്ലിംഗ് പീരീഡ് കഴിഞ്ഞിട്ടുമില്ല. എന്തെങ്കിലും ഒന്ന് ചോദിക്കുക, ഒരാളോട് ഫ്രണ്ടിനോട് ചോദിക്കാൻ അവര് പെട്ടെന്ന് ഇങ്ങോട്ട് പറയുന്ന നിനക്കൊക്കെ ഇനി എന്തിനാ കാശ്, നീയൊക്കെ ഭയങ്കര അപ്പൊ നമ്മള് ചോദിക്കൂല, കാരണം വേണ്ട നാണക്കേടല്ലേ, ആ ഒരു വിഷമമുണ്ട്. എപ്പോഴേലും നമ്മുടെ സിനിമ എന്ന് പറയുന്നത് ഒരു പ്രത്യേകത വെച്ചാൽ ഈ ഫെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊരു സ്റ്റേജ് സ്ട്രഗിളിങ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നമ്മുടെ അധ്വാനത്തിന്റെ ഫലമാവാം. പക്ഷേ അവിടെ ഒരു എത്തുക എന്ന് പറയുന്നത് നിസ്സാര പണിയല്ല. എന്താ പറയുക, ഒരു ഫിക്സഡ് പേയ്മെന്റ് ഉണ്ടാത്ത ഒരു കോർപ്പറേറ്റ് ജോബ് പോലെ അല്ലല്ലോ ഇത്. ഒരു ചിലപ്പം അഭിനയിക്കുമ്പോൾ സാലറി പോലും കിട്ടിയെന്ന് വരത്തില്ല പ്രോപ്പറായിട്ട്. അപ്പം ഏതെങ്കിലും ഒരു പോയിന്റിൽ തോന്നിയിട്ടുണ്ടോ ഇത് ഒരു ബാക്കപ്പ് ആയിട്ടൊരു ജോബ് ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച് അങ്ങനെ തോന്നിയിട്ടുണ്ടോ?
ഫിനാൻഷ്യൽ. അപ്പോൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെ നമ്മൾ കെയർ ചെയ്യുന്നത്. അപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്നോട് കുറേ പേര് ആക്ച്വലി പറഞ്ഞിട്ടുണ്ട് വേറൊരു ജോബിനും കൂടെ പൊക്കൂടെ, പക്ഷെ രണ്ടും കൂടെ എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന എനിക്കറിയില്ല. അപ്പം ഞാൻ ജോബിന് കയറി കഴിഞ്ഞാൽ എനിക്ക് തോന്നുമ്പോൾ അവർ ലീവ് തരില്ല. അപ്പം ചിലപ്പോൾ ഇവിടെ എനിക്കൊരു ചാൻസ് നഷ്ടമായിട്ടുണ്ടാവാം. എനിക്ക് ഈ ചാൻസ് നഷ്ടമാക്കാൻ പറ്റില്ല. ഇതല്ല എനിക്ക് വേണ്ടത്, എനിക്ക് ഇതാണ് വേണ്ടത്. അതുകൊണ്ട് ആ ഒരു ഉണ്ടായിട്ടുണ്ട്, നല്ല രീതിയിൽ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ചെയ്യാനുള്ള ഒരു ഗഡ്സ് വേറെ ജോബിന് പോകാനുള്ള, ഞാനിപ്പോൾ MBA കഴിഞ്ഞേ ഉള്ളൂ. എനിക്ക് ആക്ച്വലി ഇനിയും വേറെ പഠിക്കണം എന്നുണ്ട്. അപ്പം ഞാൻ ആ ഒരു പാത്തിൽ അങ്ങനെ പോകാമെന്നുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇടയ്ക്ക് പോയിന്റിൽ തോന്നിയിട്ടുണ്ട് വേറൊരു ഇതുണ്ടായിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ. ജോബ് ഉണ്ടെങ്കിൽ നമുക്ക് ഫൈനാൻഷ്യലി കുറച്ച് ഇതാവുമല്ലോ അല്ലേ? നമുക്ക് രണ്ടും കൂടെ ഒരു ഇതിൽ കൊണ്ടും പറ്റില്ല. ചേട്ടനോ? എനിക്ക് എന്താ വെച്ചാൽ ഡാൻസിലായതുകൊണ്ട് ഒരു വളരെ വർഷങ്ങളായിട്ട് ഡാൻസ് ഫീൽഡിലായതുകൊണ്ട് എനിക്ക് പൈസ എന്തായാലും അവിടുന്ന് കിട്ടും. അപ്പോൾ അഭിനയം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര വേറെ ചിന്തകളാണ്. കാരണം അത് അത്രേ അറിയുള്ളൂ. അഭിനയിക്കുക, ടെക്നിക്കൽ സൈഡ് ഇപ്പോഴും അറിയില്ല. ഇപ്പോഴും ഒന്ന് ചെയ്തിട്ടപ്പോഴും തിരിഞ്ഞ് നിൽക്കാൻ മറിഞ്ഞ് നിൽക്കാൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ തിരിക്കും അങ്ങോട്ട് തിരിയും. പക്ഷേ ചെയ്യേണ്ടത് ചെയ്യും. അപ്പോൾ അവർ ഇതെന്താ ഇത്രയായിട്ട് അറിയില്ല. ഞാൻ പറഞ്ഞു അതല്ല, ഞാൻ അഭിനയത്തെയാണ് സ്നേഹിക്കുന്നത്, സിനിമേനേക്കാളും കൂടുതൽ അഭിനയത്തിനാണ് സ്നേഹിക്കുന്നത് ഞാൻ പറയും. ഫിനാൻഷ്യലി എനിക്ക് തോന്നുന്നു എൻ്റെ ഡാൻസ് അഭിനയത്തിൻ്റെ ഏടത്തിയോ അനിയനോ ആരോ ആയിരിക്കുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് അവർ എൻ്റെ കൂടെ ഉണ്ടല്ലോ ആ ഒരു സമയം. അപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കാൻ പറ്റുന്നുണ്ട് എനിക്ക്. എന്തായാലും ഡാൻസിൽ അഭിനയം ഉണ്ട്. അപ്പോൾ ആ സന്തോഷം ചിലപ്പോൾ ചില സിനിമകൾ കിട്ടാതാവുമ്പോൾ, പറഞ്ഞു വെച്ച സിനിമ കിട്ടാതാവുമ്പോൾ ഇപ്പോഴത്തെ ഡാൻസിൽ ആ അഭിനയം കലർത്തും, എന്നിട്ട് ചെയ്യും അങ്ങനെ. അപ്പോൾ ആ സന്തോഷം അവിടെ കൊള്ളിക്കും. ശരിക്കും കൂൺ എന്ന ചിത്രം ഓരോ സിനിമ ചെയ്യുമ്പോഴും നമുക്കറിയാലോ, സൊസൈറ്റിക്ക് എന്തെങ്കിലും ഒരു റിലേറ്റബിൾ അല്ലെങ്കിൽ റിയൽ ഇൻസിഡന്റ് നടന്നിട്ടുള്ളതാവാം, അല്ലെങ്കിൽ ഇമാജിനേഷൻ ആവാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കേട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ഇതൊന്നും നടന്നിരുന്നെങ്കിൽ, ഇങ്ങനെ ഒന്ന് റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന പല കഥകളും ഉണ്ടാവാം. കൂൺ അങ്ങനത്തെ ഒരു ചിത്രമാണ്. പ്രേക്ഷകർ എന്താണ് കൂണിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഇതൊരു സർവൈവൽ ത്രില്ലറാണ് ആക്ച്വലി. പക്ഷേ എൻ്റർടൈൻമെൻ്റ് ഉണ്ട്, ആവശ്യത്തിന് സിനിമയിലുണ്ട്. നമ്മളെ പിടിച്ചിരുത്തി കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫിലിമാണ്. ഇതിന്ന് എക്സ്പെഷ്യലി വുമൻസിന് ഇത് കാണുമ്പോൾ ഭയങ്കര റിലേറ്റബിൾ ആയിരിക്കും. ഓരോരുത്തരും ഇങ്ങനത്തെ ഒരു സാഹചര്യം അല്ലെങ്കിൽ പോലും ചെറുതായിട്ട് ഇങ്ങനത്തെ ഓരോരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരൊക്കെ ആയിരിക്കും. എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് അടിപൊളിയായിട്ട് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവിയാണിത്. പിന്നെ ആ ക്യാരക്ടറിന് എന്തായാലും ഒരു ഇതുണ്ട്, എന്താ വെച്ചാൽ ഒരു സ്ട്രോങ് ഇതുണ്ട് അല്ലേ. അപ്പോൾ അവർ റിയാക്ട് ചെയ്യുന്നുണ്ട് എന്തായാലും. അപ്പം ഈ സിനിമയിൽ A സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തിരിക്കുന്നല്ലോ. അപ്പോൾ നോർമലി ഇപ്പോൾ കുറേ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പക്ഷേ എന്നാലും A സർട്ടിഫിക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇതാ എന്ത് ന്യൂഡായിരിക്കും അല്ലെങ്കിൽ ഇന്ന സീൻസുകളാവും പൊതു പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു ടോക്ക് ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് അതിനോടൊക്കെ പറയാൻ മറുപടി? ആക്ച്വലി ഇത് എൻ്റെ നാട്ടിൽ വെച്ചിട്ട് ഇതിൻ്റെ ഒരു പ്രൊമോഷൻ ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തു. അപ്പോൾ ഞാൻ അന്ന് ട്രെയിലർ കാണിക്കുമ്പോൾ ഇതൊക്കെ വരും. അപ്പോൾ എൻ്റെ ഫുൾ വരുന്നതൊക്കെ ഡാൻസിലുള്ള ആൾക്കാരാണ്. അപ്പോൾ വലിയ അവരൊക്കെ ഫാമിലി ഒരു, അപ്പോൾ അതിൽ വരുന്ന വേർഡ്സൊക്കെ ഒരു കേൾക്കുമ്പോൾ എന്നെ എന്തായിരിക്കും വിചാരിക്കുക. അങ്ങനെ ഞാൻ എവിടെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ എൻ്റെ അറിവില്ലായ്മയായിരിക്കും. നമ്മുടെ ഇതിൻ്റെ അത് ഈ കണ്ടന്റ് ആ ഒരു കുറച്ച് തെറികളാണ് ഇതിൻ്റെ അകത്ത് കൂടുതലും വന്നേക്കുന്നത്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അത് ഇതിൻ്റെ അകത്ത് ഭയങ്കര വലിയൊരു കണ്ടന്റാണ്. നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല. കട്ട് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു, ബട്ട് അത് കട്ട് ചെയ്ത കണ്ടന്റ് പകുതി പോവും, സിനിമയുടെ ഒരു എസെൻസ് അങ്ങ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ A സർട്ടിഫിക്കറ്റ് തന്നെ പടം ഇറക്കാൻ തീരുമാനിച്ചത്. അത് പറയപ്പോഴാണ് അതിനകത്ത് ടീച്ചറിനകത്ത് തെറി വിളിക്കുന്നുണ്ട്. പെൺപിള്ളേർക്ക് എന്താ തെറി വിളിച്ചുകൂടെ? അതാണ് ഈ ക്യാരക്ടർ വന്നിട്ട് കുറച്ച് ഭയങ്കര ഫൈറ്റ് ചെയ്യുന്നവര്. അതുകൊണ്ട് സ്ത്രീകൾക്ക് ആ ഒരു ഇത് ഭയങ്കര അതാ പറഞ്ഞ എല്ലാവർക്കും റിലേറ്റബിൾ ആയിരിക്കും. ഈ ക്യാരക്ടർ കണ്ടു കഴിയുമ്പം റിലേറ്റബിൾ അല്ലേ പോലും ഇവളെ പോലെ ആകാം, നമുക്കും ഈ ഒരു കാര്യം സർവൈവ് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റും എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവും. ഇല്ല ഇല്ല, ഈ സിനിമ എനിക്ക് തെറി വിളിക്കണ്ട. അപ്പൊ എപ്പോഴും തോന്നിട്ടോ ഞാൻ ഒരാണായിരുന്നെങ്കിൽ എനിക്ക് ഇതുപോലെ അല്ല ഇച്ചിരി പെണ്ണായിട്ട് പോലും എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, മറ്റുള്ളവരെന്നെ ജഡ്ജ് ചെയ്താലോ എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ലൈഫിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഒരാണായിരുന്നെങ്കിൽ ആക്ച്വലി ആരോടും ചോദിക്കാൻ പറയാതൊക്കെ രാത്രിയിലൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കാനും അങ്ങനത്തെ ഒരു എക്സ്പ്ലോറേഷൻ കുറച്ചും കൂടെ കിട്ടിയേനെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇറങ്ങുന്നതിനല്ല ഒരു ഇതുണ്ട്. നമ്മളിപ്പം ഞാൻ തിരിച്ചിപ്പോൾ ഒരു ഊബർ എടുത്ത് രാത്രി പോകുമ്പോൾ എത്രയാന്നൊക്കെ പറഞ്ഞാലും നമ്മൾ പോവും, ഓക്കെ, പക്ഷെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടിയുണ്ട്. ആ ഒരു പേടി ഇല്ലാതെ നമുക്ക് സർവൈവ് കുറച്ചും കൂടി ഒരു ഫ്രീഡം നമുക്കൊരാണായിരുന്നെങ്കിൽ കിട്ടിയേനെ.
എന്ന് തോന്നിയിട്ടുണ്ട്. ഒരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ പെൺകുട്ടിയാണല്ലോ, പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഈ കാര്യം ചെയ്തിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? യാത്രയല്ല, അതായത് എന്തെങ്കിലും ക്രേസി ആയിട്ട് തോന്നുന്നായിരിക്കാം. എന്തായിരിക്കും അത്? പെൺകുട്ടി ആയിരുന്നതുകൊണ്ട് എനിക്ക് ആക്ച്വലി ഒത്തിരി കൺട്രീസ് ട്രാവൽ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. തന്നെ ഒറ്റയ്ക്ക് സോളോ ട്രിപ്പായിട്ട് ഒത്തിരി സ്ഥലങ്ങളിൽ പോകണം, കാണണം, അവിടുത്തെ കൾച്ചർ അതൊക്കെ കാണണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് ലൈഫിൽ എന്തെങ്കിലും നടത്തണം എന്നോർത്ത് എന്നുണ്ട്. ചുമ്മാ അങ്ങ് പോകുന്നേ. ഓരോ ക്യാരക്ടറാകുമ്പോ ചിലപ്പോ അങ്ങ് ഓസ്ട്രേലിയയിലായിരിക്കും. ഹേമ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നോണ്ടേ ഇനി നമുക്ക് എന്താ പറയുമ്പോ പൈസ എന്തായാലും അതിന് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ പൈസ കിട്ടും അഭിനയിച്ചു കഴിഞ്ഞാൽ. അതെ, ആ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ആവും. അപ്പം മെയിനായിട്ട് ഈ സിനിമയിലെ അസെറ്റ് അധികം ആളുകളൊന്നും ഇല്ലായിരുന്നു. മറക്കാൻ പറ്റാത്തൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? എനിക്ക് കൂടുതലും കോമ്പിനേഷൻസ് വന്നത് സിത്താരയുടെ കൂടെയാണ്. ഞാനും സിത്താര ഇതിനകത്ത് ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെയാണ്. ആക്ച്വലി ഞങ്ങൾ സെറ്റിലും അതുപോലെയായിരുന്നു. അവളുടെ കൂടെ ഒരു രസമായിട്ട് നടക്കുന്നതൊക്കെ ഭയങ്കര രസമായിരുന്നു. അതായിരുന്നു ശരിക്കും ഒരു അടിപൊളി മൂമെന്റ്സ് ആയിട്ട് എനിക്ക് തോന്നിയത്. എനിക്ക് തോന്നിയത് ഞാൻ കോവിഡ് വന്നിട്ട് എനിക്ക് മെമ്മറി ഇങ്ങനെയല്ലോ, അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ പക്ഷെ അവിടെ വന്നപ്പോഴാണ് ഇതാണ് പ്രശ്നം എന്നുള്ളത് എന്നെ തിരിച്ചറിഞ്ഞ സിനിമയാണ്. കാരണം ഡയലോഗ് തന്നിട്ട് എനിക്ക് മറന്നു പോവാം. അപ്പോൾ അങ്ങനെ മറക്കേണ്ട ഒരു ആവശ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി ഡാൻസിൻ്റെ എനിക്ക് കുറേ ഇത് പറയേണ്ടി വരും, ബോൾസൊക്കെ. അപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ടാണെന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലാകുന്നത് കോവിഡിൻ്റെ എഫക്റ്റാണ്. അതിന്മേൽ ഒത്തിരി പ്രാവശ്യം ഡയലോഗ് മറന്നു പോവുക, പിന്നെയും ഞാൻ വീണ്ടും പറയും മറന്നു പോവുക. പിന്നെ അങ്ങനെ ഭയങ്കര അപ്പൊക്കെ ഡയറക്ടറും ക്രൂസൊക്കെ ഓടി വന്നിട്ട് ചേട്ടാ എന്താ പ്രശ്നം അന്ന്. അപ്പോൾ ഇവരുടെ ഓൾറെഡി ഞാനൊരു തമിഴ് ഷോർട്ട് ഫിലിമിൽ ചെട്ടിയാരായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ ഡയലോഗ്സ് ഉണ്ട് തമിഴായിരുന്നു. അത്രയും ചെയ്തില്ലേ, പിന്നെ എന്താ ഇവിടെ ഞാൻ പിന്നെയാണ് പറയുന്നത് എനിക്ക് കോവിഡ് എന്താണെന്ന് എനിക്ക് മറന്നു പോകുന്നത്. അപ്പോൾ ഇപ്പോഴും സിനിമ ഞാൻ ഇങ്ങനെ എനിക്ക് ഷൂട്ട് കഴിഞ്ഞപ്പോഴൊക്കെ ആയിരിക്കും എൻ്റെ അഭിനയം ശരിയായോ എന്ന്. പക്ഷേ പുള്ളി പറഞ്ഞു എനിക്ക് വേണ്ടത് കിട്ടിയില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും അതാണ് എനിക്ക് അവിടെ ആ സിനിമ എനിക്ക് സമ്മാനിച്ചത് എൻ്റെ കോവിഡിൻ്റെ ഓർമ്മകളാണ്. അപ്പോൾ തീർച്ചയായും കൂണൊരു വലിയ ഹിറ്റ് ആവട്ടെ. ഇനി ഒരുപാട് പടങ്ങൾ നിങ്ങളെ കാണാൻ സാധിക്കും. പിന്നെ മീഡിയസിൻ്റെ സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം. കാരണം നമ്മൾ ആ ഒരു കൂണ് മീൻസ് ഏറ്റവും എനിക്ക് ഇപ്പോഴും പറയാനുള്ള ഡയറക്ടറുടെയും ആ പ്രൊഡ്യൂസറുടെയും ഒരു അതുകൊണ്ടാണ് നമുക്ക് അഭിനയിക്കാൻ പറ്റുക അല്ലേ. നമ്മളല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആരൊക്കെയോ നമുക്ക് ചാൻസ് തരാമെന്ന് പറഞ്ഞിട്ട് തരാതെ പോകുന്ന പോലെ ഒരാളായി മാറുകയാണ്. പക്ഷെ നമുക്ക് ഇത്രയും ഇവിടെ ഇരിക്കാൻ പറ്റിയതൊക്കെ അവരുടെ ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ അതെന്തായാലും എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം പബ്ലിക്കിൻ്റെ. തീർച്ചയായും നല്ല സിനിമകൾ ഒരിക്കലും മലയാളം കൈവിട്ടിട്ട് അതൊരു നല്ല സിനിമയെ മാറട്ടെ. ഇന്നും നിങ്ങൾക്ക് ഓർക്കാനായിരിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ നിങ്ങൾക്ക് നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. ഇത്രയും സമയം ഞങ്ങൾക്ക് എടുത്തുന്നില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു.